പൊതുവിൽ ശാസ്ത്രത്തെ കൂട്ടുപിടിച്ചാണ് മതം പഠിപ്പിക്കുന്ന വിശ്വാസങ്ങളെ മനുഷ്യന് നേരിടാനുള്ള പരലോകമെന്ന യാഥാർത്ഥ്യത്തെ പലരും നിഷേധിക്കാറുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യൻ ചലിക്കുന്ന ഈ ചലനത്തെ നിയന്ത്രിക്കുന്ന കാര്യമെന്ത്? മനുഷ്യൻ്റെ ശരീരം അവസാനിക്കുമ്പോൾ, ഈ ചലനം അവസാനിക്കുമ്പോൾ, ജീവിതം മരണം സംഭവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുപോലും ശാസ്ത്രത്തിന് പറയാൻ കഴിയില്ല. ആ ശാസ്ത്രം എങ്ങനെയാണ് പരലോകമില്ല എന്ന് പറയുക? എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ മതത്തിന് വളരെ കൃത്യമായ ഉത്തരമുണ്ട് എന്നതാണ് ഡോക്ടർ മുഹമ്മദ് റോഷൻ വളരെ മനോഹരമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ അദ്ദേഹം വിശദീകരിച്ചത്. വിസ്ഡം യൂത്തിൻ്റെ എറണാകുളം ജില്ലാ ഭാരവാഹി കൂടിയായിട്ടുള്ള ഡോക്ടർ റോഷന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ ഒരു ചെറിയ ചിത്രം കാണിച്ചു തരാം. ഒരു ചെറിയ ചിത്രം. ഇത് എന്താണ് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്നുകൂടെ പോയാൽ ഒരുപക്ഷെ കുറച്ചുകൂടി ചില ആളുകൾക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവാം. ഇത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഒന്നുകൂടെ പോയാൽ എവിടെയെങ്കിലും കണ്ടതായി ഓർക്കുന്നുണ്ടോ? അടുത്ത് വന്ന് അതിൻ്റെ ഒരു ഉത്തരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഈജിപ്തിലെ പിരമിഡുകൾക്കകത്ത് സൂക്ഷിച്ചു വെച്ച മമ്മികളാണ്, അല്ലേ? ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ടായിരിക്കും ശരീരങ്ങൾ അവർ പിരമിഡിനകത്ത് മമ്മിഫിക്കേഷൻ നടത്തി സൂക്ഷിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അതിന് പിന്നിൽ ചില വിശ്വാസങ്ങളുണ്ട്. ഇവിടെ നമുക്ക് മുന്നിൽ അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് ആദരണീയനായ താജുദ്ദീൻ സ്വലാഹിയാണ്. നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു യാഥാർത്ഥ്യം നമുക്ക് മുന്നിൽ മരണാനന്തരമുള്ള ജീവിതം, അത് യാഥാർത്ഥ്യമാണ് എന്ന് ആ വിഷയത്തെ സംബന്ധിച്ച് താജുദ്ദീൻ സ്വലാഹി നമ്മോട് സംസാരിക്കും. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും പ്രിയപ്പെട്ട ഈരാറ്റുപേട്ടയിലെ സഹോദരങ്ങളെ, സഹോദരിമാരെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പോഴും പിന്നെയും ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന സുഹൃത്തുക്കളെ, മരണാനന്തരമുള്ള മനുഷ്യൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകൾ മനുഷ്യരവരുടെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കണം. റീലിലും ഷോർട്സിലും പലപ്പോഴും ഇവിടുത്തെ ഫിലിം സ്റ്റാറുകളുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ വെച്ച ഡയലോഗുകളിലും നിരന്തരം നിറയുന്ന ഒരു പ്രയോഗമാണിത്. ജീവിതം ഒന്നേ ഉള്ളൂ, അത് പരമാവധി ആസ്വദിക്കണം. അങ്ങനെയാണ് ജെൻസി, അവരത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സ്വർഗം നരകം എന്നതൊക്കെ ആരുടെയോ ഭാവനകളിലെ രണ്ട് കഥാസ്ഥാനങ്ങളാണ്, അങ്ങനെയൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ചിലരെങ്കിലും ചിലപ്പോൾ അവർക്ക് തോന്നും ഉണ്ട്, വേറെ ചിലപ്പോൾ അവർക്ക് തോന്നും ഇല്ല. വേറെ ചില ആളുകൾ വിചാരിക്കുന്നത് സ്വർഗവും നരകമൊക്കെ ഉണ്ട്, അത് നമ്മുടെ കർമ്മങ്ങൾക്കനുസരിച്ച് ഇവിടെ തന്നെ കിട്ടിപ്പോവുകയാണ് ചെയ്യുക, അതിന് വേറൊരു ലോകമൊന്നും വരാനില്ല എന്നാണ്. ഉറപ്പായിട്ടും നമുക്ക് തീർത്തും ഉറപ്പിച്ചു പറയാൻ കഴിയും, ലോകത്തെ ആയിരക്കണക്കിന് ഖബർസ്ഥാനുകളിൽ നിന്ന്, മനുഷ്യനെ പെട്ടിയിലാക്കി അടക്കം ചെയ്ത സെമിത്തേരികളിൽ നിന്ന്, അവനെ കുടങ്ങളിലാക്കി നിമഞ്ജനം ചെയ്യപ്പെട്ട പുണ്യതീർത്ഥങ്ങളെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിന്ന് പടച്ച റബ്ബിൻ്റെ വിളി വരുമ്പോൾ മനുഷ്യൻ തിരിച്ചു വരും എന്നത് നമ്മളിങ്ങനെ ഒരു സങ്കല്പത്തിൽ വിശ്വസിക്കേണ്ടതല്ല, അത് നമ്മുടെ ബോധ്യത്തിൽ വിശ്വസിക്കേണ്ടതാണ്. ഡയലോഗിൻ്റെ 12ാമത്തെ എപ്പിസോഡിൽ ഇവിടെ സാക്ഷിയാകുന്ന മനുഷ്യർക്ക് മുന്നിൽ ഞാൻ ബോധ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, സൂറത്തുൽ ഫാത്തിഹ മനപ്പാടമുള്ളതുപോലെ പഠിച്ച് ബോധ്യപ്പെട്ട് ഇവിടെ നിന്ന് പോകേണ്ടത് ആ ഒരു പോയിന്റാണ്. അള്ളാഹു അത് നല്ല രീതിയിൽ സമർത്ഥിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കൊരു കഥയെടുക്കാം. വെറുതെ ഈ വിഷയം പറയാൻ വേണ്ടി ഞാനൊരു കഥ സൃഷ്ടിക്കുകയാണ്. ഒരു ഗർഭപാത്രത്തിൽ 2 കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക. ഒരു കുട്ടി മറ്റേ കുട്ടിയോട് പറഞ്ഞു, കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴാ ഞാനും നീയും വേറൊരു ലോകത്തേക്ക് പോകും. അപ്പൊ രണ്ടാമത്തെ കുട്ടി പറയാ, പോടാ പൊട്ട,
നമുക്ക് ഈ കാണുന്ന ലോകമല്ലാതെ വേറൊരു ലോകമല്ല. അപ്പം ആ കുട്ടി പറഞ്ഞു, അല്ലടാ, വെളിച്ചവും വായുവും വെള്ളവും മണ്ണും മനുഷ്യനും മലയും കാടും കാട്ടാറും കാട്ടാനകളും പൂവാടിയും പൂമ്പാറ്റയും ഒക്കെയുള്ളൊരു ലോകം വരാണ്ട്. അതൊക്കെ നിന്റെ മനസ്സിൽ തോന്നുന്ന സങ്കല്പങ്ങളാണ്, വെറും സങ്കല്പ സ്ഥാനങ്ങൾ മാത്രമാണത്. അല്ലടാ, അവിടെ നല്ല ഭക്ഷണമുണ്ട്, അവിടെ കോഴിയുണ്ട്, അവിടെ ആടുണ്ട്, അവിടെ കുഴിമന്തി ഉണ്ട്, പലതും ഉണ്ട്. അപ്പൊ പറയാം, അവിടെ കിട്ടണത് ആലോചിച്ച് നിൽക്കണ്ട. ജീവിതം ഈ ഗർഭപാത്രത്തിലൊരു ജീവിതം മാത്രമേ ഉള്ളൂ, ഒന്നേ ഉള്ളൂ. ഇവിടെ കിട്ടുന്നത് പരമാവധി ഉപയോഗിച്ചോ, വേറെ നോക്കാനൊന്നും സ്ഥലമില്ല എന്ന് പറയുന്ന ആ കുട്ടിയുടെ സംഭാഷണം പോലെയാണ് മരണത്തിന് ശേഷം ഒരു ജീവിതം ഇല്ല എന്ന് വിശ്വസിക്കുന്ന വ്യക്തി. ഗർഭപാത്രം വിട്ട് ഭൂമിയിലേക്ക് ജനിച്ചു വീഴില്ലെന്ന് ആ കുഞ്ഞ് വിശ്വസിക്കുന്നത് പോലെ മരണം കഴിഞ്ഞാൽ മണ്ണിലേക്ക് അടക്കപ്പെട്ടാൽ, സെമിത്തേരിയിലേക്ക് അടക്കപ്പെട്ടാൽ, ഒരു കുടത്തിലാക്കി അവനെ പുണ്യതീർത്ഥത്തിൽ നിക്ഷേപിക്കപ്പെട്ടാൽ പിന്നീട് തിരിച്ചു വരില്ലെന്ന് വിശ്വസിക്കുന്നവരുടെ അവസ്ഥ യഥാർത്ഥത്തിൽ ഇതാണ്. എന്നാൽ നമ്മൾ മൊത്തം മനുഷ്യ ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന മഹാഭൂരിപക്ഷത്തിൻ്റെ ഒരു മനോനിലയുണ്ട്. മരണം കൊണ്ട് എല്ലാം അവസാനിക്കുന്നു എന്ന ആശയം ഒരു കാലഘട്ടത്തിലും കേന്ദ്ര വിശ്വാസമായിരുന്നില്ല. നിങ്ങൾ ഒരു തവണ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നും നിങ്ങൾ ഇനിയൊരിക്കലും പുനർജീവിക്കുകയില്ലെന്നും നിങ്ങൾക്ക് സ്വർഗവും നരകവും എന്ന ലോകമില്ലെന്നും ക്യാമ്പയിൻ ചെയ്യുന്നവർക്ക് മുന്നിൽ ഡയലോഗ് 12ാമത്തെ എപ്പിസോഡ് വെക്കുന്നു, ക്ലൈം ചെയ്യുന്നു, നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നു. ലോകത്തിൻ്റെ മനുഷ്യ ചരിത്രത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിൻ്റെ കേന്ദ്രീകൃത വിശ്വാസമായിരുന്നില്ല ഈ ജീവിതത്തോടെ എല്ലാം തീരും എന്നത്. പലപ്പോഴും ഭാഷ മാറുമ്പോഴും സംസ്കാരം മാറുമ്പോഴും ദൈവവിശ്വാസത്തിലെ വൈകല്യങ്ങൾ വെച്ച് പുലർത്തുമ്പോഴും ആ പുനരുദ്ധാനത്തെക്കുറിച്ച വിശ്വാസത്തിൽ തന്നെ ഒരുപാട് കോമഡികൾ സൂക്ഷിക്കുമ്പോഴുമൊക്കെ ബേസിക്കായി അവർ വിശ്വസിച്ചിരുന്നു മരണത്തിന് ശേഷം ഒരു ജീവിതം ഉണ്ട് എന്നത്. ഇത് മനുഷ്യന്റെ ഫിത്രത്തിൽ, അവൻ ജനിച്ചു വീണപ്പോൾ അവന്റെ തലച്ചോറിന്റെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ട വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നിഷാദ് സലഫി അദ്ദേഹത്തിന്റെ ഇൻട്രോയിൽ ചില ചിത്രങ്ങൾ നിങ്ങളെ കാണിക്കേണ്ടായി. ഈജിപ്ഷ്യൻ പുരാവസ്തു പഠനങ്ങൾ എടുത്താൽ ദ ആൻഷ്യൻ ഈജിപ്ഷ്യൻ ബുക്ക് ഓഫ് ദ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള ഈജിപ്ഷ്യൻ പഠനങ്ങൾ ഉദ്ധരിക്കുന്ന ഈ ഗ്രന്ഥം കൃത്യമായി പറയുന്നു, ആത്മാവ് മരണത്തിന് ശേഷവും നിലനിൽക്കും. അതുകൊണ്ട് ശരീരം സംരക്ഷിക്കപ്പെടണം, അത് മരണാനന്തരം അത് റീകണക്ട് ചെയ്യപ്പെടും, അത് വീണ്ടും ഈ ശരീരത്തിലേക്ക് പ്രവേശിക്കും എന്നവർ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് ജീവിതകാലത്ത് അവർ ഉണ്ടാക്കിയ വീടുകളെക്കാളും കോസ്റ്റ്ലി ആയിട്ടുള്ള മമ്മികൾ അവരുണ്ടാക്കിയത്. ജീവിതകാലത്ത് അത്ര പ്രൗഡായിട്ടുള്ള വീടുകളിൽ താമസിക്കാത്തവർ പോലും അവരുടെ മരണാനന്തര ജീവിതത്തിലേക്ക് വേണ്ടി മമ്മികൾ ഉണ്ടാക്കി, രാസവസ്തുക്കൾ ഉപയോഗിച്ച് ശരീരം സംരക്ഷിക്കുന്ന അവസ്ഥയുണ്ടായി. കുഴിമാടങ്ങളിൽ അവർ ഭക്ഷണം വെച്ചു, സ്വർണവും വസ്ത്രവും ആയുധങ്ങളും അവിടെ കൊണ്ടുപോയി വെച്ചു. ബ്രിട്ടീഷ് പുരാവസ്തു ഗവേഷകനായിരുന്ന ഹോവർഡ് കാർട്ടർ, അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായൊരു പഠനമുണ്ട്. എന്താ? വാലി ഓഫ് ദ കിങ്സ്, ചക്രവർത്തിമാരുടെ ശരീരങ്ങൾ അടക്കം ചെയ്യപ്പെട്ട ഒരു പ്രത്യേക പ്രദേശത്ത് അദ്ദേഹം നടത്തിയ വലിയൊരു റിസർച്ച് ഉണ്ട്. 922 വരെ നീണ്ടുനിന്ന വളരെ വിശദമായ ഒരു പഠനം. അതിൽ തുതക്മാൻ രാജാവിൻ്റെ ബോഡി അടക്കം ചെയ്യപ്പെട്ട ആ ഭാഗം തുറന്നപ്പോൾ, ആ മമ്മി തുറന്നപ്പോൾ, അല്ലെങ്കിൽ ആ കുഴിമാടം തുറന്നപ്പോൾ അവിടെ കണ്ടത് സ്വർണമുഖാഭരണവും സ്വർണ സിംഹാസനവും ആഭരണങ്ങളും ഭക്ഷണപാത്രങ്ങളും വസ്ത്രങ്ങളും രഥങ്ങളും ആയുധങ്ങളും കിടക്കകളും ആയിരക്കണക്കിന് രാജകീയ വസ്തുക്കളായിരുന്നു. എന്താ കാര്യം? ജീവിതം ഒന്നേ ഉള്ളൂ, അതവിടെ അടിച്ചു പൊളിച്ചോളൂ എന്നതായിരുന്നെങ്കിൽ അവിടേക്ക് അതവർ നിക്ഷേപിക്കുമായിരുന്നില്ല. എന്താണ് ഞങ്ങളുടെ ക്ലെയിം? മനുഷ്യ ചരിത്രത്തിലെ മഹാഭൂരിപക്ഷം മനുഷ്യരുടെയും തലച്ചോറിന്റെ ഉള്ളിൽ അവർ സൂക്ഷിച്ചതും കൊണ്ടു നടന്നതും പോയതും മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്. അതല്ലാതെ ഒരു ഇസ്ലാമിക് പെർസ്പെക്റ്റീവിൽ ആരോ എഴുതിയുണ്ടാക്കിയതല്ല ഇത്. ഈ വിശ്വാസത്തെ മുസ്ലിങ്ങൾ ഇത് പ്രസന്റ് ചെയ്യുമ്പോൾ, അതിനെ ആക്രമിക്കുമ്പോൾ ഇതായിട്ട് ഞങ്ങൾക്കൊന്നും ബന്ധമില്ല എന്ന് ആരും വിചാരിക്കേണ്ടതില്ല എന്നർത്ഥം. രാജാവിന്റെ മരണാനന്തര ലോകത്തും അദ്ദേഹം ജീവിക്കുമെന്നവർ വിശ്വസിച്ചു. മാത്രല്ല, പിരമിഡുകളിൽ മനോഹരമായ ടെക്സ്റ്റുകൾ എഴുതി വെച്ചിരുന്നു. ദ കിങ് ആക്സെൻസ് ടു ദ സ്കൈ എമംഗ് ദ ഗോഡ്സ്, രാജാവ് ദേവതമാരുടെ ഇടയിലേക്ക് ആകാശത്തേക്ക് ഉയർന്നു എന്ന് പിരമിഡുകളിലെ വാചകങ്ങൾ കാണാമായിരുന്നു. ദ കിങ് ലൈവ്സ് ഫോർ എവർ എമംഗ് ദ ഗോഡ്സ്,
രാജാവ് ദേവതമാരോടൊപ്പം നിത്യമായി ജീവിക്കുന്നു എന്നൊക്കെ ജെയിംസ് പി അലൻ ദ ആൻഷ്യന്റ് ഈജിപ്ഷ്യൻ പിരമിഡ് ടെക്സ്റ്റ് എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥമടക്കമുള്ളതിൽ, ഹാവർഡ് കാർട്ടറിന്റെ ദ ടോം ഓഫ് ടുക്കക്മാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ ഇതുപോലത്തെ പരാമർശങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി ഈജിപ്ഷ്യൻ പുരാവസ്തു പഠനങ്ങളുടെ റിസൾട്ട് ഇതാണെങ്കിൽ, ലോകത്തെ മറ്റൊരു വലിയ സംസ്കാരമായിരുന്നു പൗരാണിക ഗ്രീക്ക് സംസ്കാരം. ദ ഏർലി ഗ്രീക്ക് കൺസെപ്റ്റ് ഓഫ് ദ സോൾ, ആത്മാവിനെ കുറിച്ച ഏറ്റവും പൗരാണികമായ ഗ്രീക്ക് സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾ രേഖപ്പെടുത്തിയെടുത്ത് സോക്രട്ടീസും പ്ലാറ്റോയും അരിസ്റ്റോട്ടിലും ജീവിച്ച ആ ഒരു ജനത, ലോകമറിയുന്ന അത്രയും വലിയ വ്യക്തികൾ ജീവിച്ച ആ ജനത, അവർക്ക് പരലോകം എന്ന് പറയുന്നത് ഹെയ്ഡസിന്റെ ലോകമായിരുന്നു. ആരാ ഹെയ്ഡസ്? ഹെയ്ഡസ് ആ ലോകം ഭരിക്കുന്ന ഭരണകർത്താവാണ്. ആ ലോകം ഭരിക്കുന്ന ഭരണകർത്താവിലേക്ക് ചേർത്ത് പുരാതന ഗ്രീക്കുകാർ വിശ്വസിച്ചത് ഹെയ്ഡസ് എന്ന ലോകത്തെക്കുറിച്ചാണ്. അവർ വിശ്വസിച്ചു മനുഷ്യൻ മരിച്ചാൽ അവന്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടും, അതായത് ഹെയ്ഡസ് എന്നൊരു ലോകത്തേക്ക് പോകും. അങ്ങനെ അവിടെ ആത്മാക്കളുടെ അവസ്ഥക്ക് വ്യത്യാസം ഉണ്ടാകും. പല ലോകമുണ്ട്. ഒന്ന് എലീഷ്യം എന്നാണ് ലോകം, ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിച്ചവർക്ക് എലീഷ്യം എന്ന ലോകം കൊടുക്കും. ഇനി ടാർട്ടറസ് എന്ന ലോകം കൊടുക്കും, ഭൂമിയിൽ ദുഷിച്ച ചെയ്തികൾ ജീവിച്ചവർക്ക് ടാർട്ടറസ് എന്ന ലോകം കൊടുക്കും. ഇനിയോ അവർക്ക് അതുപോലെ തന്നെ ആസ്ഫോഡൽ മോഡസ് എന്ന ലോകം കൊടുക്കും. ആർക്ക്? അധികം തിന്മ ചെയ്യാത്ത, അധികം കുറ്റം ചെയ്യാത്ത വ്യക്തികൾക്ക് അങ്ങനത്തെ ഒരു ലോകം കൊടുക്കും. ഞാനിത് പറയുമ്പോൾ എൻ്റെ മുസ്ലിം സുഹൃത്തുക്കൾക്ക് സ്വർഗവും നരകവും അതുപോലെ തന്നെ ആറാഫും ഒക്കെ ഒരുപക്ഷെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടാകും. ഞാനിവിടെ പറയാൻ ശ്രമിച്ചത് ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഇത് മക്കയിൽ പ്രവാചകൻ ഇംപ്ലിമെന്റ് ചെയ്ത അല്ലെങ്കിൽ ഇസ്ലാമിക സമൂഹത്തിലൂടെ മാത്രം കടന്നു വന്ന ഒന്നായിരുന്നില്ല. മരണത്തിന് ശേഷം അവരുടെ ബോഡി അടക്കം ചെയ്യുമ്പോൾ നാണയങ്ങൾ വെച്ചിരുന്നു ഗ്രീക്ക് സമൂഹം. അതെന്തിനാ? അവരെ സംബന്ധിച്ചിടത്തോളം കരോൺ എന്ന തോണിക്കാരൻ ആത്മാവുകളെയും കൊണ്ട് മരണനദി കടന്നു നീങ്ങുമ്പോൾ ഈ മനുഷ്യന് അയാൾക്ക് കൊടുക്കാനുള്ള കൂലിയായിട്ടായിരുന്നു അതിനെ കണ്ടിരുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ സമൂഹത്തിലേക്ക് വന്നാൽ ഹൈന്ദവ സമൂഹത്തിൽ കൃത്യമായി പുനർജന്മമോ നരകമോ ഒക്കെ ഉണ്ട്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ വിശ്വാസങ്ങൾ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ക്രൈസ്തവ സമൂഹമാണെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവി കേട്ടിട്ടില്ലാത്തതും മനുഷ്യഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തതുമായ കാര്യങ്ങൾ ദൈവം തനിക്ക് സ്നേഹമുള്ളവർക്കായി ഒരുക്കിയിരിക്കുന്നു. 1 കൊരിന്ത്യരുടെ 2-ാം പുസ്തകത്തിന്റെ 9-ാമത്തെ കോട്ടായി കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിന്റെ കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നെങ്കിൽ അത് വെട്ടുക. 2 കൈകളോടെ നരകത്തിലേക്കും അണയാത്ത തീയിലേക്കും പോകുന്നതിനേക്കാൾ അംഗഹീനനായി ജീവനിൽ പ്രവേശിക്കുന്നതാണ് നിനക്ക് നല്ലതെന്ന് മാർക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 43 മുതൽ 44 വരെയുള്ള വചനങ്ങൾ രേഖപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായി പറയാൻ കഴിയും. മരണത്തിന് ശേഷം, ശ്വാസം നിശ്ചലമായതിനു ശേഷം മനുഷ്യനൊരു ജീവിതമുണ്ടെന്നും അവൻ തിരിച്ചു വിളിക്കപ്പെടുമെന്നതും ചരിത്രപരമായി സമൂഹങ്ങളുടെ വിശ്വാസ സംബന്ധമായി ഒക്കെയുണ്ട്. അതിനർത്ഥം ഇസ്ലാം മുന്നോട്ട് വെച്ച അതേ കൺസെപ്റ്റുകൾ അവർ വെച്ചു എന്നല്ല. അതിൽ വ്യത്യസ്തങ്ങളായ തമാശകളും വ്യത്യസ്തങ്ങളായ കാര്യങ്ങളൊക്കെ അതിലുണ്ട്, അബദ്ധങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഈ ഒരു നിലപാട് എല്ലാ സമൂഹങ്ങളും കൃത്യമായി പാലിച്ചു പോയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. ഇനി ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ കേവലം ഒരു വിശ്വാസം എന്നുള്ള നിലക്കല്ല, അങ്ങനെ ഉണ്ടാകാം, മദ്രസയിലൊക്കെ പഠിച്ചതല്ലേ എന്നുള്ള നിലക്കല്ല, മറിച്ച് കൃത്യമായി നമ്മളത് തെളിയിക്കുകയാണ്. ഒന്ന്, ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന രൂപത്തിൽ കുഞ്ഞു കുഞ്ഞു ഉദാഹരണങ്ങളിലൂടെ ഖുർആൻ ഇത് പലവരും പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് വനസ്സൽനാ മിനസ്സമാഇ മാഅൻ മുബാറക ഫഅംബത്നാ ബിഹി ജന്നാത്തിൻ വഹബ്ബൽ ഹസീദ് വന്നഖ്ല ബാസിഖാത്തിൻ ലഹാ തൽഉൻ നദീദ് റിസ്ഖൻ ലിൽഇബാദ് വഅഹ്യയ്നാ ബിഹി ബൽദതൻ മൈത കദാലികൽ ഖുറൂജ്. ഭൂമിയിലെ വ്യത്യസ്തങ്ങളായ ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചും അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഖുർആൻ പറയാണ്, മഴ പെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കൊടുവിൽ മഴ പെയ്തു കഴിഞ്ഞാൽ വരണ്ടുണങ്ങിയ ഭൂമിയെ നാം ജീവിപ്പിക്കുന്നു. കദാലിക്കൽ ഖുറൂജ്. അതേപോലെയാണ് നിങ്ങളുടെ കുഴിമാടങ്ങളിൽ നിന്ന് എണീറ്റ് പോരാന്നാണ്. നമ്മളിങ്ങനെ സാധാരണ നടന്നുപോയ വഴി അത് വരണ്ട് കിടക്കുകയാണ്. 2 മഴ പെയ്താൽ നമ്മുടെ മുറ്റത്തും നമ്മുടെ ഗ്രൗണ്ടിലും നമ്മൾ നടന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ചെടികൾ പൊന്നുന്നത് പോലെ അള്ളാഹുവിന്റെ വിളി വന്നാൽ
മനുഷ്യന്റെ ദേശീയ പാതകളിൽ നിന്നും, അവന്റെ ഉദ്യാനങ്ങളിൽ നിന്നും, അവന്റെ വീടുകളിൽ നിന്നും, അവന്റെ ജീവിതം അവൻ നിർവഹിച്ച ഇടങ്ങളിൽ നിന്നുമൊക്കെ കാലാകാലങ്ങളിൽ മറവ് ചെയ്യപ്പെട്ട മനുഷ്യർ ഈ ചെടികളിങ്ങനെ പൊങ്ങുന്നത് പോലെ, ചെടികളിങ്ങനെ കിളിർക്കുന്നത് പോലെ വ്യത്യസ്ത തലമുറകളിൽ, നൂറ്റാണ്ടുകളിൽ, നാഗരികതകളിൽ ജീവിച്ച മനുഷ്യർ ഉയിർക്കൊള്ളുമെന്ന് വിശുദ്ധ ഖുർആൻ പറയണം. അത്ര ലൈവായിട്ട് കാണിച്ചു തരിക. ഇന്നലെ വരെ അവിടെ ചെടിയില്ലെങ്കിൽ ഇന്ന് ചെടിയുണ്ടെങ്കിൽ അതേപോലെ പൊടുന്നനെ ഇത് സംഭവിക്കുമെന്ന് ഖുർആൻ പറയണം. ഇനി രണ്ടാമത്തത് ഖുർആൻ പറയാം, ഒരു തുള്ളിയിൽ നിന്നാണ് മനുഷ്യനെ നാം സൃഷ്ടിച്ചത്. അവലം യറൽ ഇൻസാന അന്ന ഖലഖനാഹു മിൻ നുത്ഫത്തിൻ, കേവലം ഒരു ബീജബിന്ദുവിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാക്കിയത്. അല്ലെ, പിതാവിന്റെ ശരീരത്തിൽ നിന്ന് സ്രവിക്കപ്പെടുന്ന 20 മുതൽ 40 കോടി വരെ ബീജബിന്ദുക്കൾക്കിടയിൽ നിന്ന് ജീവനുള്ള ഒന്നിൽ നിന്ന് ഒന്ന് മാതാവിന്റെ അണ്ഡവുമായി കൂടിച്ചേർന്ന് അണ്ഡവാഹിനിക്കുടലിലെ ഇന്ദ്രിയ ബിന്ദുവായി അതങ്ങനെ ഒരു യാത്ര നടത്തി 3 ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറകൾ അതിജീവിച്ച് മനുഷ്യ കുഞ്ഞായി ജനിച്ചു വീഴുന്നതിന് മുൻപ് നമുക്കൊരവസ്ഥ ഉണ്ട്. ഇന്ന് 60 കിലോ ഉണ്ട്, 70 കിലോ ഉണ്ട്, 80 കിലോ ഉണ്ട്. അന്നോ ഒരു മൈക്രോസ്കോപ്പിന് പോലും ഒരുപക്ഷെ കാണാൻ കഴിയാത്തത്ര കുഞ്ഞവസ്ഥയിലായിരുന്നു നമ്മൾ. നമ്മൾ ഉണ്ടാക്കിയ റബ്ബ് നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ ഹൃദയം എടുത്തു കഴിഞ്ഞാൽ ഒരു ദിവസം 1,00,000 തവണ അത് മിടിക്കുന്നു. ഒരു വർഷം 36 മില്യൺ തവണ, ഒരു വർഷം 36 മില്യൺ തവണ നമുക്ക് വേണ്ടി അത് മിടിച്ചിട്ടുണ്ട്. 70 വർഷം വരെ ജീവിച്ച ഒരു മനുഷ്യൻ 2.5 ബില്യൺ തവണ അത് മിടിച്ചിട്ടുണ്ട്. അതിസൂക്ഷ്മമായ ഒരു ബീജബിന്ദുവിൽ നിന്ന് മനുഷ്യൻ കാണിക്കാൻ മറക്കുന്ന, മനുഷ്യൻ കഴുകിക്കളയുന്ന, മനുഷ്യൻ വേസ്റ്റായി പരിഗണിക്കുന്ന ഒരു വസ്തുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇതുണ്ടായത് എന്ന കാര്യം തീർച്ചയായും നമുക്ക് ബോധ്യം വേണം. അപ്പൊ അങ്ങനെ നിങ്ങളെ ഉണ്ടാക്കിയ റബ്ബിന് രണ്ടാമത് നിങ്ങളെ കുഴിമാടത്തിൽ നിന്ന് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരൽ പ്രയാസമല്ല. നോക്കൂ, നിങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഈ കുഞ്ഞു തുള്ളിയിൽ നിന്ന് 37 ട്രില്യൺ ശരീരകോശങ്ങൾ ഉണ്ടാകുന്നു, 206 അസ്ഥികൾ ഉണ്ടാകുന്നു, 86 ബില്യൺ നെർവൽ സെൽസ് ഉണ്ടാകുന്നു. ഇതൊക്കെ ഉണ്ടാക്കിയ റബ്ബ്. ഇനി അല്ലാഹു അക്ബറിന്റെ അർത്ഥം എന്ന് വെച്ച് നോക്കൂ. പള്ളി മുനാരങ്ങളിൽ നിന്ന് കേൾക്കുന്ന അല്ലാഹു അക്ബറുകൾ, നമ്മൾ കൈവിരലുകളിൽ എണ്ണിപ്പറയുന്ന അല്ലാഹു അക്ബറുകൾ, അതിന്റെ അർത്ഥം മനസ്സിലാകുക ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ്. പിതാവിന്റെയും മാതാവിന്റെയും ശാരീരിക ബന്ധത്തിൽ നിന്ന് സ്രവിക്കുന്ന ഇന്ദ്രിയ ബിന്ദുകൾക്കിടയിൽ നിന്നാണ് ഈ പറയുന്നതൊക്കെ അള്ളാഹു പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നത് എന്ന കാര്യം നമ്മൾ മറക്കരുത്. അപ്പൊ ആ അല്ലാഹു അക്ബർ മനസ്സിലാകുമ്പോ ഏലസും മൈക്കല്ലും ഉറുക്കും വലിച്ചെറിഞ്ഞ് അൽഹംദുലില്ലാ എന്ന് ഹൃദയത്തിന്റെ ഉള്ളിൽ എന്ന് പറയുന്ന സുബ്ഹാനല്ലാഹ് എന്ന് മനസ്സുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയും. ഇനി പലപ്പോഴും നുരുമ്പിയെല്ലുകൾ, നൂറ്റാണ്ടുകൾക്കപ്പുറം നുരുമ്പിയെല്ലുകൾ പ്രളയജലങ്ങളിൽപ്പെട്ട്, കൊറോണയിൽപ്പെട്ട്, ക്യാൻസറിൽപ്പെട്ട്, ഭീമാകാരികളായ മഹാമാരികളിൽപ്പെട്ട് ആര് എവിടെ അടക്കം ചെയ്യപ്പെട്ടു എന്നറിയാത്തതടക്കമുള്ള മനുഷ്യ ജീവനുകളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നാണ് മനുഷ്യന്റെ എന്നത്തെയും ചോദ്യം. ഖുർആൻ സൂറത്ത് യാസീൻ 79-78 പറയാണ്, എന്താ? ചീഞ്ഞു പോയ, നുരുമ്പിപ്പോയ എല്ലുകളെ ആരാണ് ജീവിപ്പിക്കുക? ആദ്യം അതിനെ സൃഷ്ടിച്ചവൻ ആരാണോ അവൻ തന്നെ അതിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. നോക്കൂ, നിങ്ങൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള, ശരിക്കെന്റെ ഓരോ വാക്കും ശ്രദ്ധിക്കുക, ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മണ്ണിൽ കിടന്ന് അങ്ങനെ ചിതലരിച്ച് ഏതാണ്ട് പൊടിയായി പോയ അസ്ഥികൂടങ്ങൾ കണ്ടുകിട്ടിയാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ, ഫോറൻസിക് വിദഗ്ധർ, അതിന്റെ ശാസ്ത്രം പഠിച്ചവർ അതിന്റെ DNA-യിൽ നിന്ന് ആ മനുഷ്യൻ ആരായിരുന്നു, എവിടെ ജീവിച്ചവനായിരുന്നു, ഏത് കുടുംബത്തിൽ ജീവിച്ചവനായിരുന്നു എന്ന് കണ്ടെത്താൻ പറ്റും. നിങ്ങളുടെ വീടിങ്ങനെ JCB കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയാൽ ഫോറൻസിക് ഉദ്യോഗസ്ഥന്റെ പരീക്ഷണ മുറിയിൽ അയാള് പേപ്പറിലേക്ക് എഴുതി കൊടുക്കും, ഏത് നൂറ്റാണ്ടിൽ, ഏത് കാലത്ത്, ഏത് സന്ദർഭത്തിൽ, ഏത് വർഷത്തിൽ, ഏത് കുടുംബത്തിൽ, ഏതവസ്ഥയിൽ ജീവിച്ച വ്യക്തിയായിരുന്നു ഇത് എന്ന് ഒരു ഫോറൻസിക് ഉദ്യോഗസ്ഥന്, അള്ളാഹു പഠിച്ച കോടിക്കണക്കിന് ജീവികളിൽ ഒരു ജീവി മാത്രമായ മനുഷ്യരുടെ കൂട്ടത്തിലെ ഒരു മനുഷ്യന് പറയാൻ പറ്റുമെങ്കിൽ അള്ളാഹുവിന്റെ ഖുർആൻ പറയാം, ഈ അസ്ഥികൂടത്തെ ആദ്യം ഉണ്ടാക്കിയ ആ റബ്ബ് അതിനെ തിരിച്ചു കൊണ്ടുവരുമെന്ന്. നോക്കൂ, നിങ്ങൾ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അതിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ ശരീരം ചീഞ്ഞു പോയേക്കാം, മുഖം മായ്ഞ്ഞു പോയേക്കാം, കുടുംബവും ബന്ധവും ഒക്കെ അറ്റുപോയേക്കാം. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞ് ഒന്നും ബാക്കിയാകുന്നില്ല. ആ മനുഷ്യന്റെ ഇൻഫർമേഷൻസ് ഒന്നും നഷ്ടപ്പെടുന്നില്ല. ഭൂമിയിൽ ജനിച്ച ഒരു മനുഷ്യന്റെയും
ബയോളജിക്കൽ ഇൻഫർമേഷൻസ് ഒന്നും യഥാർത്ഥത്തിൽ നഷ്ടപ്പെടുന്നില്ല. ഒരു എല്ലിന്റെ കഷ്ണം കിട്ടിയ ആ എല്ലിന്റെ കഷ്ണത്തിൽ നിന്ന് അയാളുടെ കാലഘട്ടവും അയാളുടെ വർഗവംശവും വേർതിരിച്ചെടുക്കാൻ മനുഷ്യർക്ക് പറ്റുമെങ്കിൽ അതിനാദ്യം ഉണ്ടാക്കിയ റബ്ബ് ആ അസ്ഥികൂടത്തെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ്. ഇനി നോക്കൂ നിങ്ങൾ, മനുഷ്യന്റെ യുണീക്ക് ഐഡന്റിറ്റികളുണ്ട്. എനിക്ക് മാത്രമുള്ളത് ലോകത്ത് മറ്റാർക്കുമില്ലാത്തത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ളത് ലോകത്ത് മറ്റൊരാൾക്കുമില്ലാത്തത്. അതിലൊന്നെന്താ? അതിലൊന്ന് മനുഷ്യന്റെ ഫിംഗർ പ്രിന്റുകളാണ്, വിരലടയാളങ്ങളാണ്. ആ വിരലടയാളങ്ങൾ എന്റേത്, എനിക്ക് മാത്രമേ ഉള്ളൂ. ഐഡന്റിറ്റിക്കൽ ട്വിൻസ് എന്ന് പറയും. എന്താ? ഒരു ബീജബിന്ദുവിൽ നിന്നുണ്ടായ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിലെ 2 കുട്ടികൾ, ട്വിൻസ്, ഇരട്ടകൾ വ്യത്യസ്ത രീതിയിൽ വരും. കാഴ്ചയിലൊന്നും യാതൊരു രൂപസാദൃശ്യമില്ലാത്ത ഇരട്ടകൾ വരും, ഒരേ രൂപസാദൃശ്യമുള്ളത് വരും. അതിൽ പോലും നിങ്ങൾ മനസ്സിലാക്കുക, അവരുടെ ഫിംഗർ പ്രിന്റുകൾ 2ആണ്. എന്റെ ഫിംഗർ പ്രിന്റ് ലോകത്താർക്കില്ല. അതുകൊണ്ടാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി FBI അടക്കമുള്ള അന്വേഷണ ഏജൻസികൾ ഫിംഗർ പ്രിന്റുകളെ ഏറ്റവും ശക്തമായ ഒരു ഉദാഹരണമായി അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയി എടുക്കുന്നത്. അവിടെയാണ് ഖുർആന്റെ ചോദ്യം, മനുഷ്യ നീ വിചാരിക്കുന്നുണ്ടോ കണ്ടയിടത്ത് വെച്ച് കാണാമെന്ന്, നിന്നെ വെറുതെ വിടുമെന്ന്? അലം യകുനു തുഫതൻ മിൻ മനിയ്യിൻ യുംന തുമ്മ കാന അലകതൻ ഫഖലക ഫസവ്വ, ബീജബിന്ദുവും അണ്ഡവും ഒക്കെയായി അങ്ങനെ സിക്താണ്ഡമായി പരിണാമങ്ങളിലൂടെ മാറി മറിഞ്ഞെത്തിയ നീ വിചാരിക്കുന്നുണ്ടോ നിനക്ക് അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മരണത്തിന് ശേഷം മനുഷ്യനെ പടച്ചോനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലെന്ന്? ലോകത്ത് ഇന്ന് 800 കോടിയുണ്ട്, എത്രയോ കോടികൾ വേറെയുമുണ്ട്. അവരുടെയൊക്കെ വിരലുകളിൽ വ്യത്യസ്തമായ ഫിംഗർ പ്രിന്റുകൾ, വിരലടയാളങ്ങൾ കൊടുത്ത റബ്ബിന് മനുഷ്യനെ വരയിൽ പോലും അക്ഷരത്തിൽ പോലും ആകൃതിയിൽ പോലും ചെറിയ സാമ്യങ്ങളില്ലാതെ പടച്ച റബ്ബിന് മനുഷ്യ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലേ? അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ റബ്ബിന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലേ എന്നാണ്. ഐറിസ്, മനുഷ്യന്റെ കൃഷ്ണമണി, അതിലെ മൈക്രോ പാറ്റേണുകൾ വ്യത്യസ്തമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എയർപോർട്ടുകളിലൊക്കെ ഇത്തരം സിസ്റ്റങ്ങൾ ഉപയോഗിക്കുന്നത്. ലോകത്തെ ഓരോ മനുഷ്യർക്കും 2 കണ്ണുകളും, ആ കണ്ണുകളിൽ ഐറിസിന്റെ മൈക്രോ പാറ്റേണുകൾ വ്യത്യസ്തമായി കൊടുത്ത റബ്ബ് മൈക്രോ പാറ്റേണുകൾ ഒന്നുപോലും യോജിച്ച് വരാതെ വിധം ഓരോരുത്തരെയും വ്യത്യസ്തമായി സൃഷ്ടിച്ച റബ്ബ്, ആ റബ്ബ് ചോദിക്കുന്നു, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മനുഷ്യൻ ഐറിസിൽ ഈ വ്യക്തത കൊടുത്ത റബ്ബിന് അവന് സാധിക്കില്ലേ മനുഷ്യനെ തിരിച്ചു കൊണ്ടുവരാൻ എന്നാണ് ഖുർആനിന്റെ ചോദ്യം. DNA-കൾ ജീവന്റെ ബ്ലൂ പ്രിന്റുകളാണ്. ഒരു ചെറിയ കോശത്തിൽ ആ മനുഷ്യന്റെ സമ്പൂർണമായ ബയോളജിക്കൽ ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ ആരോഗ്യം എങ്ങനെയാണ്, നമ്മുടെ ശരീരഘടന എങ്ങനെയാണ് തുടങ്ങി എല്ലാം ഉണ്ട്. ഒരു രോമം കിട്ടിയാൽ ആ രോമത്തിൽ നിന്ന് DNA എടുത്തിട്ട് അതിൽ നിന്ന് ആ മനുഷ്യന്റെ എല്ലാം ഒരു സാധാ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സയന്റിസ്റ്റിന് പറ്റുമെങ്കിൽ ആ സയന്റിസ്റ്റിനെയും പടച്ച റബ്ബ് ചോദിക്കാണ്, അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മനുഷ്യന് അവന്റെ മരണത്തിന് ശേഷമുള്ള തിരിച്ചുവരവിൽ സംശയമുണ്ടോ എന്ന്. ശാസ്ത്രജ്ഞൻ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള അസ്ഥിയിൽ നിന്ന് ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്ത് ചീഞ്ഞളിഞ്ഞ് അതിൽ നിന്ന് ഡാറ്റ എടുക്കുമെങ്കിൽ ആ ഡാറ്റയെ പടച്ച റബ്ബ് അവൻ ചോദിക്കാണ്, പിന്നെ മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ അലൈസ ദാലിക ബിഖാദിരിൻ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ റബ്ബിന് പറ്റില്ല എന്ന്. 4 വോയിസ് പാറ്റേൺ ആണ്. മനുഷ്യന്റെ ശബ്ദത്തിൽ വ്യത്യാസമുണ്ട്. അതിന്റെ ആക്സെന്റിൽ, അതിന്റെ പോസിൽ, അതിന്റെ പ്രൊണൗൺസിയേഷനിൽ, അതിന്റെ വോക്കൽ ഫ്രീക്വൻസിയിൽ എല്ലാം വ്യത്യാസമുണ്ട്. അതിന്റെ ബോൾഡ്നെസ്സിൽ, അതിന്റെ മൃദുലതയിൽ ഒക്കെ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായ ശബ്ദം കൊടുത്ത റബ്ബ് ചോദിക്കാണ്, അലൈസ ദാലിക ബിഖാദിരിൻ, ആ റബ്ബിന് പറ്റില്ലേ മനുഷ്യനെ അവന്റെ കുഴിമാടങ്ങളിൽ നിന്ന്, സെമിത്തേരികളിൽ നിന്ന്, നിമഞ്ജനം ചെയ്യപ്പെട്ട പുണ്യതീർത്ഥങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാനെന്ന്. മനുഷ്യന്റെ നടത്തത്തിന്റെ രീതികൾ പോലും അവനും അവന്റെ മോനും ഒരേപോലെയാണ് നടക്കുക എന്ന് നമ്മൾ പറഞ്ഞാലും സൂക്ഷ്മമായി പരിശോധിച്ചാൽ എന്താ, CCTV ഫുട്ടേജ് കുറ്റാന്വേഷകന്റെ മുന്നിലെത്തുമ്പോൾ അയാൾക്ക് പറയാൻ പറ്റും ഇതിൽ വ്യത്യാസമുണ്ട്. അപ്പോ തീർച്ചയായും അങ്ങനത്തെ ആ ഒരു ഗേറ്റ് അനാലിസിസ് വഴി വ്യക്തിയുടെ നടത്തത്തിന്റെ അവസ്ഥകളെ പോലും എടുക്കാൻ പറ്റും. ഒരാപ്പിളിൽ 2 പേര് കടിച്ചാൽ ആ 2 കടിയും വേറെ കിട്ടും. റബ്ബ് അത്ര കൃത്യമായി പല്ലുകൾക്ക് വ്യത്യാസം കൊടുത്തിട്ടുണ്ട്. എന്റെ പല്ലുകൾ എനിക്കേ ഉള്ളൂ,
ഒരു ബിസ്ക്കറ്റിൽ 2 പേര് കടിച്ചാൽ ആരാണ് കടിച്ചതെന്ന് കണ്ടെത്താൻ പറ്റുമെങ്കിൽ അത്ര സൂക്ഷ്മമായി മനുഷ്യനെ പടച്ച റബ്ബ് അലൈസ ദാലിക ബിഖാദിരിൻ, അവന് പറ്റില്ലേ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എന്നാണ് ഖുർആനിന്റെ ചോദ്യം. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങൾ. മനുഷ്യന്റെ ഉമനീര് എല്ലാവർക്കും വ്യത്യസ്തമാണ്, എല്ലാവരുടെയും ഉമനീര് വ്യത്യസ്തമാണ്. ഓരോരുത്തരുടെയും ഉമനീരിൽ വ്യത്യസ്തങ്ങളായ രീതിയിൽ പടച്ച റബ്ബ് ചോദിക്കുന്നു, അലൈസ ദാലിക ബിഖാദിരിൻ, ആ റബ്ബിന് പറ്റില്ലേ അലാ യുഹ്യിൽ മൗത, മരിച്ചവരെ ജീവിപ്പിക്കാൻ എന്നാണ് ഖുർആന്റെ ചോദ്യം. അതുകൊണ്ട് മനസ്സിലാക്കുക, സൂര്യന്റെ വ്യാസം 14 ലക്ഷം കിലോമീറ്റർ ആണെങ്കിൽ ഭൂമിയുടെ വ്യാസത്തെക്കാൾ 180 മടങ്ങ് വലുതാണത്. സൂര്യന്റെ അളവ് സൂര്യനുള്ളിൽ 13 ദശലക്ഷം ഭൂമികളെ കൊള്ളും. 13 ലക്ഷമല്ല, 10 ലക്ഷം ഭൂമികളെ കൊള്ളും. എങ്കിൽ സൂര്യന്റെ ഭാരം ഭൂമിയുടെ ഭാരത്തെക്കാൾ 3,33,000 മടങ്ങാണെങ്കിൽ ആ സൂര്യനും ആകാശവും അടങ്ങുന്ന സർവ്വതിനെയും كما بدأنا أول خلق نعيد وعدا علينا إنا كنا فاعلين. അതാണ് ഖുർആന്റെ പ്രയോഗം. അത്രയും വ്യാസമുള്ള വിശാലമായ ആ സൂര്യൻ ഉൾക്കൊള്ളുന്ന ആകാശത്തെ ഒരു നോട്ട്ബുക്കിലെ കടലാസ് ചുരുട്ടും പോലെ ചുരുട്ടിയെറിയുന്ന ഒരു ദിവസമുണ്ടെന്നത് കേവലം സങ്കല്പമല്ല. ഈമാൻ കാര്യം പഠിച്ചപ്പോൾ അശ്രദ്ധമായി പഠിക്കേണ്ടതല്ല, ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് എടുത്തു വെക്കേണ്ടതാണ്. അവിടെ നിന്ന് വേണം എൻ്റെ മതവീക്ഷണവും ജീവിത വീക്ഷണവും രൂപപ്പെടുത്താൻ. ഉപ്പയും ഉപ്പാന്റെ ഉപ്പയും ഉണ്ടാകും, അതല്ലെങ്കിൽ എനിക്ക് ചുറ്റും വേറെ പലരും സംരക്ഷകരായി ഉണ്ടാകുമെന്നല്ല. ഹത്താ യുഖാദു ശാത്തുൽ ജൽഹാഇ മിൻ ശാത്തിൽ ഖർന, കൊമ്പില്ലാത്ത ആട്ടിൻകുട്ടിക്ക് കൊമ്പുള്ള ആട്ടിൻകുട്ടി കുത്തിയതിന് പ്രതിക്രിയ ചെയ്യപ്പെടുന്ന ഒരു ജീവിതം മരണത്തിന് ശേഷമുണ്ട്. അതുകൊണ്ട് കണ്ടയിടത്ത് വെച്ച് വരുന്നയിടത്ത് വെച്ച് കാണാമെന്നല്ല, ഒരുങ്ങി തയ്യാറായി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.